പഴയ കാലത്തെ ക്ഷേത്രങ്ങളെ നിരീക്ഷിച്ചാൽ അവയിൽ കൊത്തുപണികളിൽ ഏറെയും കാണാനാകുന്ന രൂപമാണ് യാളികൾ അഥവാ വ്യാളികൾ. യുഗങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വലിയ ജീവിവർഗമാണ് വ്യാളികൾ അഥവാ യാളികൾ. ഇക്കാര്യം വിശ്വസിക്കാൻ ഇച്ചിരി പാടാണല്ലേ? എന്നാൽ അതാണ് സത്യം. വ്യാളികളുടെ കഥ പറയുന്നതിന് മുൻപ് ആദ്യം ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്താണ് ജനിതക എഞ്ചിനീയറിംഗ്? നിലവിലുള്ള ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി പുതിയൊരു ജീവിയാക്കി മാറ്റുക, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ജനിതക ഘടനയുള്ള ജീവികളെ തമ്മിൽ സംയോജിപ്പിച്ച് പുതിയ ഒരു ജീവിയെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആധുനിക കാലത്ത് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പുതിയ ജീവികളെ നിർമ്മിക്കുക എന്നത് കൗതുകമുള്ള കാര്യമല്ല. കാരണം ഇന്ന് ഇവ സർവ്വസാധാരണമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ലൈഗർ പോലുള്ള ജീവികൾ. സിംഹത്തിനെയും ടൈഗറിനെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഗറിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ പ്രാചീന കാലഘട്ടത്തിലും ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് വ്യക്തമായ അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. ഹിന്ദുമത ദൈവങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയവർക്ക് ഈ കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഹിന്ദുമത വിശ്വാസപ്രകാരം ആരാധിക്കുന്ന ഗണപതി ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള രൂപമാണ്. ഈ അറിവ് അവർക്ക് ലഭിച്ചത് വർഷങ്ങൾക്ക് മുന്നെയോ നൂറ്റാണ്ടുകൾക്ക് മുന്നെയോ അല്ല, യുഗങ്ങൾക്ക് മുമ്പേ ആണെന്ന തിരിച്ചറിവാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അതുപോലെ ലോകത്തിന് സുപരിചിതമായ വ്യാളി അല്ലെങ്കിൽ യാളി, ഇതിൽ ഏത് വാക്കാണ് ആദ്യമുണ്ടായതെന്നറിയില്ല. എന്നാൽ യാളി എന്നത് ദ്രാവിഡ ഭാഷയായ തമിഴിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ആനയ്ക്ക് തമിഴിൽ യാന എന്ന് പറയാറുണ്ട്. കൂടാതെ പുലിയുടെ ലീയും ചേർന്നാണ് അത് യാളിയായി രൂപാന്തരപ്പെട്ടത്. ഹരണ്യയാളി, സിംഹയാളി ഇവയെല്ലാം യാളിയുടെ വകഭേദങ്ങളാണ്. ദ്രാവിഡ വാസ്തുവിദ്യയിൽ ക്ഷേത്ര ഗോപുരങ്ങളിലും പ്രവേശന കവാടങ്ങളിലും യാളികളെ കാണാൻ കഴിയും. ലോകമെമ്പാടുമുള്ള യാളികൾ, ഡ്രാഗൺ ഇത് പൂർണ്ണമായും ജനിതക മാറ്റം വരുത്തിയ യുഗങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആനയേക്കാൾ വലിപ്പമുള്ള ജീവികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യാളികളുടെ ശില്പങ്ങളിൽ യാളിയോടൊപ്പം തന്നെ ആനയെയും കൊത്തിവെച്ചിട്ടുള്ളത്. എന്നാൽ ആനയുടെ വലിപ്പം വ്യാളികളുടെ മുന്നിൽ തീരെ ചെറുതായിട്ടാണ് എവിടെയും കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന് സിംഹവും ടൈഗറും കൂടെ ചേർന്നാണ് ലൈഗർ. സിംഹത്തിനേക്കാളും കടുവയേക്കാളും വലിപ്പമുണ്ട് ലൈഗറുകൾക്ക്. അതുപോലെ തന്നെയായിരിക്കും യാളികളുടെയും കാര്യം. അവയ്ക്ക് ആനയേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ഈ രൂപങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് പുരാതന ഭാരതീയർ ജനിതക മാറ്റം വരുത്തുന്ന പരീക്ഷണം നടത്തിയിരുന്നു എന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും, പുരാതന ഭാരതീയർ ഇത്രയും വലിയ ജീവികളെ വെച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവയുടെ ഫോസിലുകൾ കണ്ടെത്തേണ്ടതല്ലേ എന്ന്. ഇനി പറയുന്ന കാര്യങ്ങളാണ് പ്രസക്തം. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വിജയാലയ ചോളീശ്വര ക്ഷേത്രഭിത്തിയിൽ നിരവധി യാളികളെ കാണാൻ കഴിയും. ഈ യാളികളിൽ ഒന്നിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ആനയുടെ ഉടലും തുമ്പിക്കൈക്ക് പകരം വളഞ്ഞ ഒരു കൊക്ക് പോലെയാണ് ഇതിൽ കാണാൻ കഴിയുക. അതിൻ്റെ അവശിഷ്ടങ്ങളോട് സാമ്യമുള്ള ഒരു ഫോസിലും കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, യാളികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു. പഴയ ഭാരത സംസ്കാര പ്രകാരം ജഡമായതിനെ അഗ്നിക്ക് ഇരയാക്കും. അക്കാരണത്താലായിരിക്കും ഇവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിക്കാതെ പോയത്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ നിരവധി ആനകളും ചത്തൊടുങ്ങിയിരുന്നു. എന്നാൽ ആ ആനകളുടെയൊന്നും അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടെത്താനായില്ല. ഇതിന് കാരണവും ഇത്തരത്തിലുള്ള ശവസംസ്കാര രീതിയായിരിക്കും. എന്തു തന്നെ ആയാലും ഇക്കാര്യങ്ങളെല്ലാം ഒരു ഭാരതീയനായ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ വന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമാവില്ല. എന്നാൽ ഭാരതീയ സംസ്കാരത്തെ തർജ്ജമ ചെയ്ത് കാര്യങ്ങൾ പറയുന്ന വിദേശികളെ ഉൾക്കൊള്ളാനാണ് നമ്മളിൽ കൂടുതൽ പേരും തയ്യാറാവുന്നത്. ചരിത്രം തേടിയുള്ള യാത്രകൾ തുടരാം. പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.